ഏതമ്പലത്തില്? അതെ ഗായ്സ്, നമ്മളിന്ന് കൊട്ടൂർ അമ്പലത്തിൽ വന്നിട്ട് കേട്ടോ. അതായത് രാവിലെ തന്നെ നല്ല മഴയായതുകൊണ്ട് നമ്മളിന്ന് പണി ലീവായി. അപ്പൊ നമ്മൾ വെച്ചെന്നാലെന്താ എന്താക്കാന്ന് അമ്പലത്തിൽ പോവാന്ന്. എന്താ നമ്മൾ അമ്പലത്തില് ഇക്കരെ കൊട്ടൂർ കേട്ടോ. നമ്മൾ വണ്ടി പാർക്കിങ് ഇക്കരെ കൊട്ടൂർ നമ്മള് വണ്ടി വെച്ചിട്ടുണ്ട്. ഇനി വണ്ടി പാർക്കിങ് ചെയ്ത് ഞങ്ങളിതാ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നമ്മളിതാ അക്കരക്ക് പോകല്ലേ അല്ലേ സാർ? കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ഇവിടുന്ന് തന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. കാരണം എന്തായാലും നമ്മൾ അക്കരെ പോയി തിരിച്ച് നമ്മൾ ഇക്കരെ കൊട്ടിയിലേക്ക് കയറണം കേട്ടോ. ഇക്കരെ കൊട്ടിയിൽ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ തന്നെ ഉള്ള പാർക്കിങ്ങിൽ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ചൊക്കെ നടക്കണേ ഉള്ളൂ. അപ്പോൾ എന്താ സംബന്ധിച്ചല്ല എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. അമ്മയും തക്കൂടും അതാ അവിടെ നിൽക്കുന്നത്. അച്ഛൻ ഡ്രസ്സ് മാറ്റി. പിന്നെ നയോമി നേതിക്ക് എല്ലാവരും ഉണ്ട് കേട്ടോ. നയോമി നേതിക്ക് ഒരായി പറഞ്ഞേ. അപ്പോൾ അതാ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ലോക്കാക്കി നമ്മൾ നേരെ ഇനി അപ്പുറത്തേക്ക് പോകുന്ന കേട്ടോ. ലോക്കാക്കട്ടെ. എല്ലാവരും സാധനം വെച്ചില്ല? അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല വണ്ടി ഫുൾ വണ്ടിയാണ്. എല്ലാ സ്ഥലത്തും ഫുള്ള് വണ്ടി നല്ല തിരക്കാട്ടോ. ഇനി നേരെ നമ്മൾ പുഴയിലേക്ക് പോയിട്ട് കുളിക്കാൻ പോണേ. ഞാന് വാ നേരിക്ക് വാ. ഞാൻ എന്താക്കുന്ന എന്റെ മുണ്ടിപ്പോ കഴിഞ്ഞു. ഞാൻ നേരിക്കിന്റെ മുണ്ടിപ്പോ കഴിഞ്ഞു ഗായ്സ്. തക്കടു 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 ഇത് അരകത്തെ മൊത്തം വണ്ടിയാണ് ഗായ്സ്. നമ്മൾ ഇക്കരെ കൊട്ടിയൂരാണ് ഉള്ള. ഇക്കരെ കൊട്ടിയുള്ള തിരക്കുണ്ടോ? നമ്മൾ വരുന്ന വഴിയിൽ വണ്ടി വലിയ ബ്ലോക്ക് എവിടെ ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വലിയ ലൊട്ടാക്കോട്ട് ഇവരോട് എല്ലാവരും പറഞ്ഞിട്ടോ. അവിടെ എന്താ പറഞ്ഞ സംബന്ധിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തൊഴുതിങ്ങ് പോരാന്ന്. അപ്പോൾ കാരണം വലിയ വണ്ടി ബ്ലോക്ക് ആകാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആളില്ല എന്നുള്ള പ്രതീക്ഷ കേട്ടോ. സാധാരണഗതി എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏതാണ്ട് ഒരു 1-2 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ വണ്ടി ബ്ലോക്കായി പതിയാണ് നമ്മൾ വരുത്ത്. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നേരെ നമ്മൾ എന്താക്കി അമ്പലത്തിൻ്റെ അടുത്ത് വരെ നമ്മൾ വണ്ടി എത്തി. പക്ഷേ കാര്യങ്ങളെ കിടപ്പ് ഇവിടുന്ന് അങ്ങോട്ടാണ് മാറിയത് കേട്ടോ. അതായത് നമ്മൾ പുഴ കടന്ന് അക്കരെ എത്തുന്ന സമയത്താണ് നമ്മളെ സ്ഥിതിവിശേഷങ്ങൾ മൊത്തം അങ്ങോട്ട് മാറി. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. ജനങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു എൻ്റെ ഒന്നും മച്ചാമാർ. ജനങ്ങളുടെ ഒരു പ്രവാഹം കേട്ടോ. കംപ്ലീറ്റ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ജനങ്ങൾ തിക്കും തിരക്കും കൊണ്ട് ആറാട്ടാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ മറ്റൊരു ചടങ്ങാട്ടോ. അതായത് നമ്മൾ പാവങ്ങൾ ചെയ്ത് തീർക്കാനുള്ള അങ്ങനെ എന്തോ സംഭവങ്ങളാണ് ആരോടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കേട്ടോ. ഈ കല്ലിങ്ങനെ അട്ടി വെക്കുന്നതോടെ നമ്മൾ പാവങ്ങൾ തീരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധ്യാനൂസ് പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവനും വെച്ച്. ഞാനും എന്നാൽ കുറേ പാവങ്ങൾ ഞാനും ചെയ്തതല്ലേ, ഞാൻ എൻ്റെ പാവങ്ങളിലൊന്ന് വീട്ടിലേക്ക് വെച്ച് ഞാനും ഒന്ന് ജസ്റ്റ് അവിടെ കുറേ കല്ലുകളൊക്കെ അട്ടി വെച്ച് കേട്ടോ. നയോമി വെച്ച്, നേതിക്ക് വെച്ച്, അതുപോലെ ജിത്ത് വെച്ച്, അച്ഛൻ വെച്ച്, അമ്മ വെച്ച്, എല്ലാവരും വെച്ച്. എല്ലാവരും പാവം തീരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ പുഴയിൽ സാധാരണഗതി എന്ന് വെച്ചാൽ ഈ മുങ്ങിക്കുളിയാട്ടോ വേണ്ട. മുങ്ങിക്കുളിച്ച് ഈറിനോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകേണ്ടത്. പക്ഷേ ഇപ്രാവശ്യം ആരും മുങ്ങിക്കുളിക്കുന്നില്ല. കാരണം അറിയാം, അമ്മാതിരി ഒഴുക്കാട്ടോ പുഴയിലെന്ന് വെച്ചാൽ ജമ്മ എന്താ പറയുക, നമുക്ക് കണ്ടറിയാൻ പറ്റാ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ഒഴുക്കും അത്രയും തരത്തിൽ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ പുഴയിൽ ഇറങ്ങി കുളിക്കുന്നില്ല. എല്ലാവരും എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കയ്യും മൂടൊക്കെ കഴുകുക ചെയ്യുന്നത്. പിന്നെ മുങ്ങി കുളിച്ചിട്ടാണ് ഈ കല്ല് മുങ്ങി എടുക്കേണ്ടത്. 2 കല്ല് എടുത്തിട്ട് അതിങ്ങനെ കൂട്ടി ഉരച്ചിട്ടാണ് ഈ ചന്ദനം പോലത്തെ സാധനം അതിൽ നിന്ന് കിട്ടും. അതായത് കല്ല് കൂട്ടി ഉരക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം അതാണ് അവിടുത്തെ ഒരു നെറ്റിയിൽ തൊടുന്ന സംഭവമായിട്ട് കാണും കേട്ടോ. എല്ലാവരും അമ്മ ഉരച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന എല്ലാവരും നെറ്റിയിൽ തൊട്ടു. എൻ്റെ നെറ്റി തൊടാൻ വേണ്ടി ജിത്തി എന്നെ വിളിച്ച് ഞാനും തൊട്ടു. അപ്പം അതൊക്കെ തൊട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ. അതായത് അടുത്തൊരു പുഴയും കൂടി ഉണ്ട്. ആ പുഴയും കൂടി കടന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് കേട്ടോ. അവിടെയാണ് സ്ഥിതിവിശേഷങ്ങൾ. നമ്മൾ പുഴയിൽ കടക്കാൻ വേണ്ടി പാലത്തിൻ്റെ മേലെ കയറി ജസ്റ്റ് ഒന്ന് പുഴയിലേക്ക് നോക്കിയാട്ടോ. എന്താ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് എന്നറിയാം. എമ്മാതിരി സ്പീഡ് എന്നാ. ഇതിലെങ്ങാനും ഒരാൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ രണ്ടാളെങ്ങാനും ഒഴിച്ചു പോയി എന്ന് പറയുന്നത്. രണ്ടാളെങ്ങാനും ഒഴിച്ചു പോയി. ജനങ്ങളെ കൊണ്ട് പ്രവാഹം. മറ്റേ ഭാഗത്താണെങ്കിൽ പുഴയിൽ നിന്ന് അമ്മാതിരി വെള്ളത്തിൻ്റെ ഒഴുക്കും. ജനങ്ങളാണെങ്കിൽ അമ്മാതിരി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ നിന്നതിൻ്റെ മുന്നിലായിട്ട് ഏകദേശം 1 ലക്ഷത്തിന് മേലെ ആൾക്കാർ മുന്നിൽ കിടക്കുന്നുണ്ട്. ക്യൂലാണ് ഞാൻ പറഞ്ഞിട്ടാ, ക്യൂലാണേ. അത്ര ആൾക്കാർ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു ഉണ്ടേ നടക്കൂലെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് ക്യൂ ഒന്ന് പുറത്തിറങ്ങാം.
അതായത് ആ ക്യൂ പോകുന്നത് നേരെ മണിത്തറയിൽ കേട്ടോ. മണിത്തറയിൽ നമുക്ക് നേരിട്ട് എന്താ പറയുക അടുത്ത് നിന്ന് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് നിന്നല്ല, പുറത്തുനിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും പുറത്തൂടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എന്താ പുറത്തൂടെ പോകാം, ഇല്ലെങ്കിൽ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 4-5 മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അതിനിടയിൽ ഇപ്പോൾ ശ്രീവേലി നടക്കേണ്ട സമയമാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു സമയം വേറെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ നേരെ പുറത്ത് വന്ന് വാവലി കൂടി നമ്മളിങ്ങനെ എന്താ ചെയ്യുന്ന പ്രദക്ഷിണം വെക്കുന്നതാണ്, വലം വെക്കുന്ന 3 വട്ടം വലം വെക്കണം. അങ്ങനെ 1 വട്ടം വലം വെച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ ശിവേലി നടക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും കരയിൽ കയറി എനിക്കൊന്ന് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞേ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കുത്തൊഴുക്ക് കേട്ടോ. ആ കാണുന്ന പാലത്തിന് കൂടി വരുന്ന ആൾക്കാരുണ്ടോ, ഇവരാണ് നമ്മൾ ക്യൂ നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ മുന്നേ ക്യൂ നിന്ന ആൾക്കാരാണ് ഇപ്പം ഈ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നിന്ന് എത്രയോ പേരൊക്കെയില്ല, നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് എണ്ണാൻ പറ്റാത്ത അത്രയും ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ദിവസം അയച്ച് മഴയില്ല കേട്ടോ, അതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്തേക്ക് ഇതാ 2 ആൾക്കാർ, നല്ല കേസരികൾ 2 ആൾക്കാരുടെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ നല്ല തടിയൻ കുട്ടപ്പ്, തക്കുട് കുട്ടപ്പ്, അമ്മാതിരി ഒരാളാട്ടോ. മറ്റേ ആൾ ഇത്തിരി മെലിഞ്ഞിട്ടാണ്, എന്താ പറയുക ലേശം ഒരു എന്താ പറയുക ഒരു ആരോഗ്യ കുഴപ്പമുള്ള ഒരാളെ പോലെ എനിക്ക് തോന്നി. ഒരാളെന്ന് വെച്ചാൽ സൂപ്പർ, കാണാനൊക്കെ ഭയങ്കര ഭംഗി. അങ്ങനെ ഇതാ ദൈവത്തിൻ്റെ തിടമ്പേറ്റാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കാട്ടോ മൂപ്പർ ആ വിളിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്പൂതിരി വന്ന് തറയിൽ കയറി നിന്നിട്ടുണ്ട്, വിഗ്രഹം കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്ന് എല്ലാം സെറ്റപ്പായി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ആനത നമ്പൂരിനെ കയറ്റാനായിട്ട് തിടമ്പ് കയറ്റാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പോയി നമ്പൂരിക്ക് കയറാൻ കണക്കായിട്ട് കറക്റ്റ് ആന എന്താ പറയുക കുനിഞ്ഞു നിന്നോളൂ കേട്ടോ. അടുത്തതെന്ന് വെച്ചാൽ അങ്ങനെ ഈ നമ്മളെ ഈ വേവയും കൂടി കംപ്ലീറ്റ് 3 വട്ടം വലം വെക്കണം കേട്ടോ, പ്രദക്ഷിണം വെക്കണം. അപ്പോൾ ഇതാ നമ്പൂരി ആന പുറത്തേക്ക് കയറി, അത് കഴിഞ്ഞാൽ തിടമ്പ് ആനയുടെ മേത്തേക്ക് മറ്റൊരു നമ്പൂരി കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞ ശേഷം ആന ഇങ്ങനെ വലം വെക്കാൻ തുടങ്ങും. അപ്പോൾ അതോട്ടോ ഇനി നമ്മൾ ഇതൊന്നും ഇത് അവിടെ പോയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടോട്ടെ ഈ സംഭവമൊക്കെ കാണുന്നത്. നമ്മളെല്ലാ പ്രാവശ്യവും എല്ലാ കൊല്ലം നമ്മളവിടെ കൊട്ടിയൂരൊക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ പോകുന്ന സമയത്തൊന്നും എന്താ പറയുക ഈ ശ്രീവേലി നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഒന്നിക്ക് രാവിലെ പോകും, അല്ലെങ്കിൽ രാത്രി ആവുന്ന സമയത്താണ് അവിടെ പോകുക. അങ്ങനെ കുറേ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രീവേലി നടക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇതുവരെ എത്തിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ കാണുന്നത്. ഇപ്പോൾ 2 ആനേൻ്റെ മേത്തേക്ക് ഇതാ തിടമ്പ് കയറ്റി കഴിഞ്ഞിട്ടോ, 2 ആനേൻ്റെ മേത്ത് തിടമ്പ് കയറ്റി. ഇനി അത് കഴിഞ്ഞിട്ട് ഏകദേശം എല്ലാവരും കൂടി ഇങ്ങനെ പ്രദക്ഷിണം വെക്കും. നമ്മളെ എന്താ പറയുക വിഗ്രഹം ഏറ്റിക്കൊണ്ടിങ്ങനെ മൊത്തം 3 വട്ടം പ്രദക്ഷിണം വെക്കുന്നുണ്ട്. 3 വട്ടം പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണ് പിന്നെ ശ്രീവേലി അവസാനിക്കുന്നത്. കുറേ നേരം അതിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീവേലി കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മേനെ അച്ഛനെയും കാണുന്നില്ല കേട്ടോ. കംപ്ലീറ്റ് ആൾക്കാർ മൊത്തം എന്താ പറയുക റെക്കോർഡ് തിരക്ക്. അച്ഛനും അമ്മ എങ്ങോട്ടാണ് പോയെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അച്ഛനാണെങ്കിൽ ഫോണും എടുത്തിട്ടില്ല.
അപ്പോൾ ഞങ്ങൾ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മേൻ്റെ ഫോൺ കിട്ടി. അമ്മ ഇവിടെ എവിടെയോ കാര്യം നിൽക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അടയാളമൊക്കെ പറഞ്ഞ് അമ്മേനെ ഞങ്ങൾ കിട്ടിയിട്ടാണ്. പിന്നെ അച്ഛനെ നമ്മൾ വിചാരിച്ച് എന്തായാലും വണ്ടീൻ്റെ അടുക്ക ഉണ്ടാവുമെന്ന് വെച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പരിപാടി. അതായത് നമ്മൾ ചോറൂണുണ്ടായിരുന്നു. അതായത് നമ്മളെ തക്കുടൂന് ചോറ് കൊടുക്കണേനെ. അപ്പം നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ചെറുതായിട്ട് മഴ കാര്യങ്ങളുണ്ട്. അപ്പോഴത്തേക്കും പുഴയിലെ വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് മറിക്കുന്ന തരത്തിൽ വെള്ളം കൂടിയിട്ടാണ്. ചെറിയതായി മഴ പെയ്ത്. അപ്പോൾ എല്ലാവരും നമ്മളിതാ കോട്ടിട്ട് നടത്തിയിട്ടാണ് കംപ്ലീറ്റ് നമ്മളെ കളർ കോട്ടിട്ട് നടത്തിയിട്ടുണ്ട്. അവരൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ നേരെ തിരിച്ച് ഇതാ ഇക്കരെ കൊട്ടിയിലേക്ക് പോകുന്ന കേട്ടോ. അതാ ഇക്കരെ കൊട്ടിയിലേക്ക് നമ്മൾ പോകാൻ. അവിടെയാണെങ്കിൽ അതിൻ്റെ ബാക്കി തിരക്കുണ്ട്, തിരക്കോട് തിരക്ക്. അതൊക്കെ നമ്മൾ ഇക്കരെ കൊട്ടൂർ പ്രാർത്ഥിക്കാനായിട്ട് അടുത്തെത്തിയിരുന്നു. അവിടെ എന്ന് വെച്ചാൽ ക്യൂവിൻ്റെ അഭിഷേകം അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് നേരെ പുറത്തേക്ക് വന്ന് നമ്മൾ സേവാരത്തിൻ്റെ ഫുഡാട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചതാ വീട്ടിലേക്ക് വരുന്നതാണ്. നല്ല ഉപ്മാവും അതുപോലെ തന്നെ പായസവും, കുമ്പള പായസവും, പിന്നെ തക്കാളി ചട്നിയും. അങ്ങനെ അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നേ. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നു. ഒരു രാവിലെ അരി ഉപ്മാവ് വന്നു, പക്ഷെ അതിന് ഉപ്പെല്ലാം കൂടുതലുള്ള. ഇന്ന് രാത്രിയിൽ ഞാൻ ഉപ്മാവ് വന്നിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഉപ്മാവ് അമ്പലത്തിൽ പോയി രണ്ടാഴ വെള്ളത്തിലിറങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡ് ചെയ്യണേ. ബൈ ബൈ.